ശക്തമായ സിഹർ കാരണമായിട്ട് വലിയ പ്രതിസന്ധിയിലും പ്രയാസത്തിലും തകർച്ചയിലൊക്കെ എത്തിപ്പെട്ട എത്രയോ ആളുകളുണ്ട്. പലപ്പോഴും പല സ്ഥലങ്ങളിലും പോയിട്ട് ഒരുപാട് അമലുകൾ നിരന്തരമായി പലതവണ ചെയ്തവരുണ്ട്. ഇതൊക്കെ സിഹർ കാരണമായിട്ടാണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കിയിട്ട് ഇനി ഒരിക്കലും രക്ഷ കിട്ടില്ല എന്ന് വിചാരിച്ച് തളർന്നു പോയവരും തകർന്നു പോയവരൊക്കെയുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഒരൊറ്റ ഇസ്മിനെ കുറിച്ചാണ്. ഈ ഇസ്മ് നിങ്ങൾ 75 തവണ മാത്രമാണ് ചൊല്ലേണ്ടത്. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലെ ഒരു ഇസ്മാണ്. ഈ ഇസ്മ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും ചൊല്ലുകയാണെങ്കിൽ തീർച്ച എത്ര വലിയ സിഹറാണെങ്കിലും എത്ര പഴക്കമുള്ള സിഹറാണെങ്കിലും പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലെ ഈ ഇസ്മിൻ്റെ ബറക്കത്ത് കൊണ്ട് അതൊക്കെ തകർന്ന് തരിപ്പണമായി പോകും. അവർ എവിടെ ചെയ്തു വെച്ചതാണോ, മണ്ണിനടിയിലാണെങ്കിലും അല്ലെങ്കിലും നമ്മുടെ വീടിൻ്റെ അകത്താണെങ്കിലും പുറത്താണെങ്കിലൊക്കെ അത് തകർന്ന് തരിപ്പണമാകും, അത് ബാത്തിലാകും. ഒരുപാട് അമലുകൾ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇത് ചൊല്ലി മടുത്ത് ഇനി എന്താ ചെയ്യാന്ന് കരുതിയിരിക്കുന്ന ആളുകൾക്ക് വളരെ പെട്ടെന്ന് ചൊല്ലാൻ പറ്റുന്ന ഒരു ഇസ്മിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ് ഇത് അസൂയക്കാരനായ അസൂയാലുക്കളായ ശത്രുക്കളുടെ കുതന്ത്രങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ ലഭിക്കാൻ ഇതൊരു കാരണമാകും. ഒരു നിത്യരക്ഷയായിട്ട് ഈ ഒരു ഇസ്മ നമുക്ക് യൂസ് ആക്കാവുന്നതാണ്. അപ്പോൾ ഇത് ചൊല്ലാൻ ഏകദേശം ഒരു 2-3 മിനിറ്റ് ആവശ്യം വരുള്ളൂ. ഇത് ഡെയിലി ലൈഫിൽ ഒന്ന് ചൊല്ലി നോക്കൂ. ഓരോ ഇസ്മിനും അതിൻ്റേതായ അർത്ഥവും ആശയവും ഒക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു ആശയവും അർത്ഥവും അതിൻ്റെ ആ ലഫ്ലും പദങ്ങളൊക്കെ നോക്കിയിട്ടാണ് യഥാർത്ഥത്തിൽ മഹത്തുക്കളൊക്കെ ഓരോന്നും ഇന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചൊല്ലാം എന്നൊക്കെ പറയുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്കിന്ന് ആ ഇസ്മ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഈ വിഷമങ്ങളിലും പ്രയാസങ്ങളിൽ നിന്നൊക്കെ നമുക്കൊരു ദുആ ആയി കൊണ്ടുവരാം എന്നുള്ളതാണ് നോക്കുന്നത്. ഇൻഷാ അല്ലാഹ് വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പലരും വിളിക്കാതെയും ബുക്ക് ചെയ്യാതെയൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇത് പറയേണ്ടി വരുന്നത്. നമ്മളിതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നോക്കിയാൽ നിങ്ങൾക്ക് അതൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഞായറാഴ്ച 10 മണിക്ക് വിളിച്ച് ബുക്ക് ചെയ്ത് ചൊവ്വാഴ്ച വരിക, അങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഏത് ചൊവ്വാഴ്ചയാണ് വരാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ തൊട്ട് മുമ്പുള്ള ഞായറാഴ്ച 10 മണിക്കാണ് വിളിക്കേണ്ടത്. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ഇസ്മ എന്ന് പറഞ്ഞാൽ അൽ മുസിൽ അൽ മുസിൽ അൽ മുസിൽ എന്ന് പറയുന്ന ഇസ്മാണ്. ഇത് യാ മുസില്ലു യാ അല്ലാ എന്ന്, അല്ലെങ്കിൽ യാ മുസിൽ യാ മുസില്ലു യാ മുസില്ലു യാ മുസില്ലു, അല്ലെങ്കിൽ യാ മുസില്ലു യാ അല്ലാ യാ മുസില്ലു യാ അല്ലാ, ഇങ്ങനെയാണ് ചൊല്ലേണ്ടത്. ഇതൊരു 75 തവണയാണ് ചൊല്ലേണ്ടത്. അപ്പോൾ ഇത് 75 തവണ ചൊല്ലുക എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ചൊല്ലേണ്ടത്? നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധികളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഈ ലഭിക്കുന്നത് സിഹറൊന്നും ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. സിഹറൊക്കെ ഒരാളെ നശിപ്പിക്കാൻ വേണ്ടി ചെയ്യുമ്പോൾ അത് ശരിക്കും അവിടെ ആക്ട് ചെയ്യും, അത് നമുക്ക് സംഭവിക്കും അത്തരം സിഹറിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ. എന്നല്ല, കണ്ണേർ സിഹറുമായി ബന്ധപ്പെട്ടാണ് ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് സംഭവിക്കുന്നത്. അത് ചില ദുഷ്ചിന്തകൾ, ചില ദുഷ്ടന്മാർ, ക്രൂരന്മാർ അവരുടെ ദുഷിച്ച ചിന്തയിൽ നിന്നും മനസ്സിൽ നിന്നും മറ്റൊരാളെ തകർക്കാൻ വേണ്ടിയിട്ടും അവരുടെ ജീവിതത്തിലെ സന്തോഷം കാണുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വൈരാഗ്യം കണ്ടതുകൊണ്ട് അവരെ ഇല്ലായ്മ ചെയ്യാനും വേണ്ടിയിട്ട്, അവർ തളർന്നു പോകാൻ, അവർ ബെഡിലാകാൻ, അല്ലേ, അവർ എണീച്ചു നടക്കാതിരിക്കാൻ, അവർക്ക് സംസാരശേഷി ഇല്ലാതിരിക്കാൻ, അവർ നിത്യരോഗികളാകാൻ, അവർ എല്ലാം മറന്നു പോകുന്നവരാകാൻ, അങ്ങനെയൊക്കെ പല രൂപത്തിലും പല ആളുകളും പല ലക്ഷ്യവും വെച്ച് ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യാറുണ്ട്. നമ്മളിവിടെയൊക്കെ കുറേ ആളുകൾ നേരിട്ട് വരുമ്പോൾ നമ്മളതൊക്കെ ചില കേസുകളിലൊക്കെ നമുക്ക് ബോധ്യപ്പെട്ടതും കൂടെയാണ് നമ്മൾ പറയുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്താലുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ നമുക്കൊന്നിനോടൊരു താല്പര്യമില്ലാതെയാവും, ഒന്നിലൊരു വിജയം കണ്ടെത്താൻ കഴിയാത്ത രൂപത്തിലേക്കെത്തും, എല്ലാത്തിലും ഒരു മടുപ്പ് വരും. ഈവൻ നമ്മുടെ വീട്ടിലുള്ളവരോടും നമ്മുടെ കുടുംബങ്ങളോടൊക്കെ വല്ലാത്തൊരു മടുപ്പും, അവരോട് സംസാരിക്കാൻ തോന്നാതിരിക്കുക, ഇങ്ങനെയൊക്കെയാവും. സംസാരം നന്നായിട്ട് കുറയും, എല്ലാം നമ്മുടെ ജീവിതം അങ്ങനെ ഒതുങ്ങിക്കൂടിയതുപോലെയാകും. അങ്ങനെയൊക്കെ ജീവിതം തന്നെ മടുക്കുന്നൊരവസ്ഥയിലേക്കൊക്കെ എത്തല് ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാണ്. വേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും നമുക്കുണ്ടാവാതെ തന്നെ ഇത്തരം വിഷയങ്ങളിലൂടെയാണ്, ഈ ഘട്ടങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുക. സിഹർ എന്ന് പറയുന്നത് ഒരു
മാരണപ്രവർത്തനം, ആഭിചാരക്രിയ, കൂടോത്രം എന്നൊക്കെ പറയുന്നത് അത് വൻ പാപമാണ്, മഹാപാപമാണ്. അത് ചെയ്യുന്നവർ സ്വർഗത്തിൻ്റെ പരിമളം പോലും അവർക്ക് ആസ്വദിക്കാൻ കഴിയൂല എന്നുള്ളതാണ്. അപ്പോൾ ചെയ്യുന്നവരെ നമുക്ക് എന്താ ഇപ്പം ചെയ്യുക? അവർ നമ്മുടെ തകർച്ച കാണാനും നമ്മുടെ ഉയർച്ചയെ അസൂയയോടുകൂടെ നോക്കിക്കാണുന്നവരൊക്കെയാണ് ഇത്തരം പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുക. അപ്പോൾ ഈ അസൂയയിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഇതൊക്കെ ഉത്ഭവിക്കുന്നത്. നമ്മുടെ ജീവിതം കാണുമ്പോൾ, നമ്മുടെ കുടുംബ ജീവിതം കാണുമ്പോൾ, നമ്മുടെ സാമ്പത്തികമായ ഉയർച്ച കാണുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കുമ്പോൾ എനിക്കത് കിട്ടിയില്ല എന്നുള്ളൊരു ചിന്ത ഉണ്ടല്ലോ, ആ ചിന്തയിൽ നിന്നൊക്കെയാണ് യഥാർത്ഥത്തിൽ അത് വരേണ്ടത്. അപ്പോൾ ഇതെല്ലാ നിസ്കാരത്തിന് ശേഷം നമുക്കൊരു 75 തവണ ചൊല്ലാം. എല്ലാ നിസ്കാരത്തിന് ശേഷം അങ്ങനെ പറ്റുന്നവരങ്ങനെ ചൊല്ലാം. നിന്ദ്യത നൽകുന്നവൻ എന്നാണ് യാ മുസില്, നിന്ദ്യത നൽകുന്നവനായ റബ്ബേ എന്നുള്ളതാണ്. ഇത് ചൊല്ലി അള്ളാഹിനോട് ദുആ ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് മറ്റൊരാൾക്കുള്ള ശത്രുത നമുക്ക് ലഭ്യമായ അള്ളാഹുവിൻ്റെ ഏതെങ്കിലും ഒരു അനുഗ്രഹം നിമിത്തമായുള്ളതാണെങ്കിൽ, ഇപ്പം നമ്മോട് ഒരാൾക്കുള്ള അസൂയ, ഇപ്പം അള്ളാഹു നമുക്ക് ബിസിനസ്സിൽ നല്ല ഉയർച്ച തന്നു, നമ്മളൊരു വാഹനം എടുത്തു, നമ്മൾ നല്ലൊരു വീടുണ്ടാക്കി, അപ്പം അള്ളാഹു നമുക്ക് നൽകിയ ഒരു അനുഗ്രഹമാണ്. ആ അനുഗ്രഹം കാരണമായി ഒരു അസൂയ വന്നിട്ട് അത്തരം അസൂയയിൽ നിന്ന് ഉത്ഭവിക്കുന്ന സിഹർ, മാരണപ്രവർത്തനം, ശത്രുത, ഇതൊക്കെ ഒഴിവാക്കാൻ ഈ ഒരു ഇസ്മ കാരണമാകുന്നുള്ളതാണ്. അപ്പോൾ അതിനുള്ളൊരു ആത്മീയമായ മാർഗവും കൂടെയാണ്. കൂടുതലൊന്നും ചൊല്ലാൻ താല്പര്യമില്ലാത്ത ആളുകൾക്ക് നമ്മൾ ഈ ബത്വാലു സിഹറിൻ്റെ ആയത്തുകളൊക്കെ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സിഹർ ബാത്തിലാക്കാനുള്ള ആയത്തുകൾ. അങ്ങനെ നിരന്തരം ചൊല്ലാൻ കഴിയാത്തവർക്കൊക്കെ ആത്മീയമായിട്ടുള്ളൊരു മാർഗ്ഗമാണ് ഈ ഒരു ഇസ്മ ചൊല്ലുക എന്നുള്ളത്. ഈ ഇസ്മ വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ലുകയാണെങ്കിൽ ഏത് ശത്രുതയെയും, ഏത് അസൂയയെയും, ഏത് ഛിദ്രശക്തികളെയും, അസൂയാലുക്കളെയും നമുക്ക് തകർക്കാൻ ഈ ഒരു ഇസ്മ കൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുള്ളതാണ്. നമ്മളൊരാളെ തകർക്കാൻ വേണ്ടിയിട്ടല്ല, നമുക്കെതിരെ പ്രവർത്തിക്കുന്നവരുടെ ദുഷ്ചിന്തകളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഇസ്മൊക്കെ നമുക്ക് ചൊല്ലി അള്ളാഹിനോട് ദുആ ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ വേറൊന്നും ചിലപ്പോൾ അതിനെ ചെയ്തുകൊണ്ട് കാര്യം കെട്ടിക്കൊള്ളണമെന്നില്ല. നമ്മൾ കുറേ ഇത്തരം തകർന്നിരിക്കുന്ന സമയത്ത് എങ്ങനെങ്കിലും ഒന്ന് ഉയർന്നു വരണം എന്ന് വിചാരിക്കുമ്പോൾ, എങ്ങനെങ്കിലും ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങണം എന്ന് വിചാരിക്കുമ്പോൾ, എങ്ങനെങ്കിലും ഒരു ജോലിക്ക് വേണ്ടിയിട്ട് റെഡിയാണെന്ന് കരുതുമ്പോൾ നമുക്കതിലേക്കൊന്നും എത്തിപ്പെടാൻ സാധിക്കാത്തത് ഇത്തരം ചില തടസ്സങ്ങൾ അതിൻ്റെ പിന്നിലുണ്ടാകുമ്പോഴാണ്. അപ്പോൾ അതിനെ തൊട്ടൊരു വലിയ കാവൽ ഇത് കാരണമാകുന്നത്. പിന്നെ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമ്മൾ ഇതൊക്കെ ചെയ്യലോടുകൂടെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചൊല്ലേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചൊല്ലുകയും ചെയ്യുകയൊക്കെ വേണം. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ എല്ലാ ദിവസവും അസ്മാഉൽ ഹുസ്ന ചൊല്ലണം, നമ്മുടെ ജീവിതത്തിൽ വലിയ ബറക്കത്തിട്ടാൻ കാരണമാകും. അതേപോലെ തന്നെ എല്ലാ ഫർള് നിസ്കാരങ്ങൾക്കും ശേഷമുള്ള റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങൾ പതിവാക്കണം. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ബറക്കത്തും ഖൈറും സന്തോഷവും ലഭിക്കാനും ഇത്തരം അസൂയാലുക്കളുടെയും ദുഷ്ചിന്തകളുടെയൊക്കെ പ്രവർത്തനങ്ങളിൽ നിന്ന് നമുക്ക് വലിയ കാവല് കിട്ടാനൊക്കെ കുറേ അമലുകൾ നമ്മൾ ചെയ്യാറുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരമലാണ് യഥാർത്ഥത്തിൽ ഹദ്ദാദ് റാത്തീബ് എന്നുള്ളത്. ഹദ്ദാദ് റാത്തീബ് ചൊല്ലുന്നതിലൂടെ ഒരുപാട് ഗുണങ്ങളുണ്ട്. അതിൽ പവർഫുള്ളായിട്ടുള്ള ആയത്തുകളുണ്ട്, പവർഫുള്ളായിട്ടുള്ള ദിക്റുകളുണ്ട്, പവർഫുള്ളായിട്ടുള്ള ഇസ്മുകളുണ്ട്, ചില ദുആകളുണ്ട്, ചില മഹാന്മാരിലേക്കുള്ള ഫാത്തിഹകളുണ്ട്. എല്ലാം കൊണ്ടും നിറഞ്ഞതാണ് ഹദ്ദാദ് റാത്തീബ്. അതേപോലെ തന്നെ ഫർള് നിസ്കാരങ്ങൾക്ക് മുമ്പും ശേഷമുള്ള റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങൾ, ഇതൊക്കെ ഇങ്ങനെ കറക്റ്റ് നമ്മൾ പതിവാക്കുകയാണെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, നമ്മുടെ ജീവിതത്തിൽ ഇത്തരം ശല്യങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളൊന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കില്ല എന്നുള്ളതാണ്. കാരണം അതിന് തടുക്കാൻ കാരണമാകുന്ന, അതിനെ റെസിസ്റ്റ് ചെയ്യാൻ കാരണമാകുന്ന പവർഫുള്ളായിട്ടുള്ള ദിക്റുകളും ദുആകളൊക്കെയാണ് ഇതിലൊക്കെ ഉള്ളത്. അതുകൊണ്ട് അത് വളരെയധികം ശ്രദ്ധാപൂർവം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ, അതിലൊരു കോൺസിസ്റ്റൻസി ഉണ്ടായാൽ, ഒരു കൃത്യത ഡെയിലി ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ അതൊരു വലിയ മാറ്റമാകും. അസ്മാഉൽ ഹുസ്ന ജീവിതത്തിൽ പകർത്തുക ഡെയിലി. ഹദ്ദാദ് റാത്തീബ് ഒഴിവാക്കാതിരിക്കുക. റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങൾ, ഫർദ് നിസ്കാരങ്ങൾക്ക് മുമ്പും ശേഷമുള്ള റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങൾ അത് പകർത്തുക. പിന്നെ ഇത് കേൾക്കുന്നവരോട് ഓർമ്മപ്പെടുത്താനുള്ളത്, സിഹ്റാണെന്നറിയാതെ ചില അമലുകളൊക്കെ
സിഹിറിൻ്റെ രൂപത്തിലുള്ള അമലുകളൊക്കെ ഉണ്ട്. ചിലപ്പോൾ അത് നിങ്ങൾക്ക് നല്ലതാണെന്ന് തോന്നുകയാണെങ്കിലും നിങ്ങൾ ചിലപ്പോൾ ആരോടെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അവർ നിങ്ങൾ പറയുന്ന രീതിയെ ആശ്രയിച്ച്, ഇപ്പോൾ നിങ്ങൾ പറയണം എനിക്ക് ഇന്നാലിന്ന ആളുടെ ഭാഗത്തുനിന്ന് ശല്യം ഉണ്ട്, അയാൾ എന്നെ വല്ലാണ്ട് ബുദ്ധിമുട്ടാക്കുന്നുണ്ട്, അതൊന്ന് എന്തെങ്കിലും ചെയ്യണം എന്ന് പറയുമ്പോൾ ചില ആളുകൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കും. അതൊരാളെ തകർക്കാനും അയാളുടെ ബുദ്ധിമുട്ടുകൾക്കൊക്കെ വേണ്ടിയിട്ട് അയാളെ ഇല്ലായ്മ ചെയ്യാനൊക്കെ വേണ്ടി ചെയ്യുന്നതൊക്കെ സിഹറിൻ്റെ പരിധിയിലൊക്കെ പെടാതിരിക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കണം. അത്തരം പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടാൻ പാടില്ല. നമ്മളത് ചെയ്യുന്നവരായി തീരും. ലാസ്റ്റ് അവർ പറഞ്ഞെന്നാലും നമ്മളത് ചെയ്യുന്നവരായിത്തീരും. അതുകൊണ്ട് അത്തരം പ്രവർത്തനങ്ങളിലേക്കൊന്നും ആരും പ്രവേശിക്കരുത്. ഒരാളെയും തകർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനങ്ങളിലേക്കും ചിന്തകളിലേക്കും നമ്മുടെ മനസ്സെത്തരുത്. അത് ദുഷിച്ച ചിന്തകളിൽ നിന്ന് നമ്മുടെ മനസ്സ് എത്രത്തോളം ക്ലിയറായി മുന്നോട്ട് പോകുന്നോ അത്രത്തോളം നമുക്ക് ഖൈറും സന്തോഷമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഒരുപാട് മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും അള്ളാഹു ഖൈർ നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.